എല്ലാവർക്കും BBR-PSCയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആരെക്കുറിച്ചാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ച്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. എന്താണ് ആ പ്രസ്താവന? അത് ശരിയാണ്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എന്നെത്തി? 1915 ജനുവരി 9. അതും ശരിയാണ് അല്ലേ? ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് നോക്കാം. സുരേന്ദ്രനാഥ ബാനർജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ഇവിടെ പറയുന്നത്? സുരേന്ദ്രനാഥ ബാനർജി. അത് തെറ്റാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. നോക്കാം. ഗാന്ധിജിയെ ഗംഗയോട് ഉപമിച്ചതാരാണ്? ഗാന്ധിജിയെ ഗംഗയോട് ഉപമിച്ചതും ആര് തന്നെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഗാന്ധിജിയോട് 1 വർഷം ഒരു വിദ്യാർത്ഥിയായും നിരീക്ഷകനായും കഴിയണം എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് എന്ത് പറഞ്ഞു? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗാന്ധിജിയോട് 1 വർഷം വിദ്യാർത്ഥിയായും നിരീക്ഷകനായും കഴിയണം എന്ന് പറഞ്ഞത് ആനി ബെസന്റ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ് അല്ലേ? ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം. ഗാന്ധിജി എന്നാണ് ഹരിജൻ വാരിക ആരംഭിക്കുന്നത്? 1933. ഗാന്ധിജി എന്നാണ് ഹരിജൻ വാരിക ആരംഭിക്കുന്നത്? 1933. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തതാരാണ്? മഹാത്മാ എന്ന് ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ടാഗോർ ആണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലയളവ് എത്രയാണ്? 1869 മുതൽ 1921 വരെയാണ്. എന്ന് മുതൽ ഇന്ന് വരെ? 1869 മുതൽ 1921 വരെ. ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1927. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് 1927. ഏതിൽ? നവജീവനിലാണ് എന്ത് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് എന്ന്? 1927. ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേരെന്താണ്? സത്യാനപ്രയോഗ എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേര്. രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കായാത്രയോട് ഉപമിച്ചതാരാണ്? മോത്തിലാൽ നെഹ്റു. ആരാണ് ഉപമിച്ചത്? മോത്തിലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. എന്നാണ്? 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചു. 1904 എന്ത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിക്കുന്നത്. 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1909 ഹിന്ദു സ്വരാജ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ഇത് എഴുതിയത് എന്നാണ്? 1909. ഓക്കെ.
പെട്ടെന്ന് ഒന്ന് നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയെ ഗംഗയോട് ഉപമിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയാണ്. ഗാന്ധിജി ഹരിജൻ എന്ന വാരിക ആരംഭിച്ചത് 1933 ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോറാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലയളവ് എത്രയാണ്? 1869 മുതൽ 1921 വരെ. ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1927 രചിച്ചിരിക്കുന്ന ഭാഷ ഗുജറാത്തി. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കാ യാത്രയോട് ഉപമിച്ചത് മോത്തിലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടന രൂപം നൽകിയത് എന്നാണ്? 1894. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചത് 1904. ഹിന്ദു സ്വരാജ് എഴുതിയത് 1909. ഇത്രയും മനസ്സിലായ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതാണ്? മിതവാദികളുടെ പട്ടികയിൽ നിന്നും. മിതവാദി ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി മിതവാദിയാണ്. എന്നാൽ ആ 3 എന്ന് ഉള്ളൊരു ഓപ്ഷൻ മാത്രം ഇവിടെ ഇല്ലല്ലോ. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിതവാദിയാണ് ആര് എന്ന് പറയുന്നത്? സുരേന്ദ്രനാഥ ബാനർജി. തീവ്രവാദികൾ ആരൊക്കെയായിരുന്നു? തീവ്രവാദി ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാൽ. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്ര പാൽ ബാൽ. ആരൊക്കെയായിരുന്നു തീവ്രവാദികൾ? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാൽ. ഇത് PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി എഴുതുക. ഏതാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലേറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഈ ജാലിയൻ വാലാബാഗ് ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്? റൗലേറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര് സൈമൺ കമ്മീഷൻ എന്നാണോ? അല്ലാതെ ആ ഓപ്ഷൻ തെറ്റാണ്. ഏത് കമ്മീഷനാണ്? ഹണ്ടർ കമ്മീഷൻ അല്ലേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ചത്. അടുത്തത്, കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഇല്ലേ? അത് ശരിയാണ്. മൂന്നാമത്തത് ശരിയാണ്. അപ്പം ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം ശരിയാണ്. ഇല്ലേ? 1ഉം 3ഉം ശരിയാണ്. ഇനി നമുക്ക് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് കൂടുതൽ നോക്കാം. റൗലേറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കളാണ് ആരെല്ലാം? മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവിയ, മസ്ഹർ ഉൾ ഹക്ക്. അടുത്ത പോയിന്റ് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും ആരാണ് രാജിവെച്ചത്? സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുപദവി തിരികെ നൽകിയത് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അപ്പം റൗലേറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കളാണ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൾ ഹക്ക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകിയതാരാണ്? ഗാന്ധിജി ആണ്. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി തിരികെ നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഡീപ്ലി ഷെയിംഫുൾ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ഡേവിഡ് കാമറൂൺ. ജാലിയൻ വാലാബാഗ് ദുരന്തം അന്വേഷിച്ച INC തലവനാരാണ്? അബ്ബാസ് ദിയാബ്ജി. ജാലിയൻ വാലാബാഗ് ദുരന്തം അന്വേഷിച്ച കമ്മീഷന്റെ INC നിയമിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? അബ്ബാസ് ദിയാബ്ജി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബന്ധപ്പെട്ട് ശരിയായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി എന്ന്. അത് ശരിയാണോ? അല്ല. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഡൽഹി അല്ല. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രയായിരുന്നു അല്ലേ. 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അത് ശരിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. ഫസൽ അലി കമ്മീഷൻ ഇല്ലേ, അതും ശരിയാണ്. അടുത്ത അപ്പം ഏതൊക്കെയാണ് ആൻസർ? 2ഉം 3ഉം. 2ഉം 3ഉമാണ് ആൻസർ എന്ന് പറയുന്നത്. ഏത് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ ഇല്ലേ, 2ഉം 3ഉം ശരിയാണ്. ഇനി നമുക്ക് അടുത്തതായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും, എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. എന്നാൽ 1985 സെപ്റ്റംബറിൽ ഫസൽ അലി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. ഏത് സമ്മേളനമാണ്? നാഗ്പൂർ സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന് ദേശീയ നേതാക്കൾ ആശങ്കപ്പെട്ടു. അടുത്ത പോയിന്റ് എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ പൂർണ്ണമായിട്ടില്ല. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? പോറ്റി ശ്രീരാമലു. എത്ര ദിവസം നീണ്ട നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്? 58 ദിവസം നീണ്ട നിരാഹാരത്തെ തുടർന്ന്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953-ലാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അതെന്നാണ്? 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം എന്ന് 1920. ഭാഷ നമ്മൾ നാക്കുകൊണ്ടല്ലേ പറയുന്നത്, അതാണ് നാഗ്പൂർ സമ്മേളനം. ഇങ്ങനെ ഓർത്ത് വെക്കുക. നാഗ്പൂർ സമ്മേളനം 1920. സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിന് പിന്നോക്കം പോകാനുള്ള കാരണം എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന് ദേശീയ നേതാക്കൾ ആശങ്കപ്പെട്ടു. നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയും പൂർണ്ണമായിട്ടില്ല. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്? 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം എന്നാണ്? 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അത് 1953.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് എച്ച്.എൻ. കുൻസ്രു, കെ.എം. പണിക്കർ. ഈ കെ.എം. പണിക്കർ ആരാണ്? മലയാളിയാണ്. കെ.എം. പണിക്കർ മലയാളിയാണ്. സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. ഏത് കമ്മീഷനാണ്? ഈ ഫസൽ അലി കമ്മീഷൻ ശുപാർശ ചെയ്തു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്നാണ് പാസ്സാക്കുന്നത്? 1956. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 1960. എന്നാണ് വരുന്നത്? മഹാരാഷ്ട്രയും ഗുജറാത്തും 1960. അടുത്ത പോയിന്റ്, നാഗാലാൻഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? നാഗാലാൻഡ് എന്നാണ് നിലവിൽ വരുന്നത്? 1963. 1963 നാഗാലാൻഡ് നിലവിൽ വരുന്നു. മഹാരാഷ്ട്രയും ഗുജറാത്തും നിലവിൽ വന്നത് 1960 അല്ലേ? ആദ്യം മഹാരാഷ്ട്രയും ഗുജറാത്തും 1960 വരുന്നു. പിന്നെ 3 വർഷം കൂടി കഴിഞ്ഞ് 1963 നാഗാലാൻഡ് വരുന്നു. പിന്നെ 3 വർഷം കൂടി കഴിഞ്ഞ് 1966 പഞ്ചാബ് നിലവിൽ വരുന്നത്. 60 മഹാരാഷ്ട്രയും ഗുജറാത്തും, 63 നാഗാലാൻഡ്, 66 പഞ്ചാബ്. പിന്നെ ഒരു 6 വർഷം കഴിഞ്ഞ്, ഇപ്പം 3 വർഷമല്ലായിരുന്നു ഡിഫറൻസ്, പിന്നെ ഒരു 6 വർഷം കഴിഞ്ഞ് 1972 മണിപ്പൂർ, മേഘാലയ, ത്രിപുര 3 സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? മണിപ്പൂർ, മേഘാലയ, ത്രിപുര. മണിപ്പൂർ, മേഘാലയ, ത്രിപുര 3 സംസ്ഥാനങ്ങൾ വരുന്നത് 1972. അത് കഴിഞ്ഞ് അരുണാചൽ പ്രദേശും മിസോറാം സംസ്ഥാനങ്ങൾ എന്നാ വരുന്നത്? അരുണാചൽ പ്രദേശും മിസോറാമും വരുന്നത് എന്നാണ്? 1987. മനസ്സിലായല്ലോ. ഇനി ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് 3 സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് വരുന്നത് 2000. തെലുങ്കാന നിലവിൽ വന്ന വർഷം 2014 ജൂൺ 2. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ നോക്കാം. ഡൽഹി, ബീഗം ഹസ്രത്ത് മഹൽ. ഡൽഹിയിൽ ബീഗം ഹസ്രത്ത് മഹലാണോ? അല്ല, തെറ്റി. അടുത്തത് ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. ഇല്ലേ? അപ്പം 2ഉം 3ഉം ശരിയാണ്. ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഫക്ത് ഖാനുമായിരുന്നു. ഇല്ലേ? ജനറൽ ഫക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ് ഡൽഹിയിലുള്ളത്. ഝാൻസിയിലാണ് റാണി ലക്ഷ്മി ഭായ്, കാൺപൂരിൽ നാനാ സാഹിബ്. അത് 2ഉം ശരിയാണ്. അപ്പം ആൻസർ ഏതാണ്? 2ഉം 3ഉം. 2ഉം 3ഉം എന്നുള്ള ആൻസറാണ് കറക്റ്റ്. ബി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. 2ഉം 3ഉം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഫക്ത് ഖാനും. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഫക്ത് ഖാനും. ബറൗത്ത് ബർഗാന. ബറൗത്ത് ബർഗാനയിൽ ആരാണ്? ഷാമാൽ. ബറൗത്ത് ബർഗാന, ഷാമാൽ. അടുത്ത പോയിന്റ് നോക്കാം. റോഹിൽ ഖണ്ഡ് അഹമ്മദുള്ള. ഈ റോഹിലിന്റെ ഹ കണ്ട? അഹമ്മദുള്ള ഹ. റോഹിൽ ഖണ്ഡ് അഹമ്മദുള്ള. ഹരിയാനയിൽ ആരാണ്? ഹുക്കും ചന്ദ്. ഹരിയാനയിൽ ഹുക്കും ചന്ദും റാവു തുലാറാമും ആരാണ്? ഹുക്കും ചന്ദുമാണ് ഉള്ളത്. ഹുക്കും ചന്ദ്, റാവു തുലാറാം. അടുത്ത നോക്കാം. ആസാമിൽ ആരാണ്? മണിറാം ദത്തയും ദണ്ഡപാലേശ്വർ സിംഗും മണിറാം ദത്തയുമാണ് ആസാമിലുള്ളത്. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഫക്ത് ഖാനും. ബറൗത്ത് ബർഖാനയിൽ ഷാമാൽ. റോഹിൽ ഖണ്ഡിൽ അഹമ്മദുള്ള. ഹരിയാനയിൽ ഹുക്കും ചന്ദ്, റാവു തുലാറാം. അടുത്ത ആസാമിൽ മണിറാം ദത്ത, ദണ്ഡപാലേശ്വർ സിംഗ്. അടുത്ത പോയിന്റ് നോക്കാം. ചോട്ടാ നാഗ്പൂരിൽ ആരാണ്? ഗോനു. എങ്ങനെ? ഈ നാഗ്പൂർ കണ്ടോ? ഈ നാഗ്പൂരിൽ ഇത് തിരിച്ചിടുമ്പോൾ ഈ നാഗ്പൂർ നായും ഗായും ഉണ്ടല്ലോ, ഗോനുവിലും ഉണ്ട് അല്ലേ? അപ്പം ചോട്ടാ നാഗ്പൂർ, ഗോനു. അടുത്ത ചോദ്യം നോക്കാം.
താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നോക്കാം. സേവാസമിതി NM ജോഷി. സേവാസമിതി NM ജോഷിയുടെയാണോ? അല്ല. ഹൃദയനാഥ് കുൻസ്രുവിൻ്റെയാണ് എന്ത്? സേവാസമിതി. ആദ്യത്തത് തന്നെ തെറ്റി. അടുത്ത നോക്കാം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ശരിയാണ്. ഏതൊക്കെയാണ് അപ്പം ശരി? B 2, 3 എന്നുള്ളതാണ് ശരി. നമുക്കിനി ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. നോക്കിയാണ്. സേവാസമിതി ആരുടെയാണ്? ഹൃദയനാഥ് കുൻസ്രു. സേവാസമിതി ആരുടെയാണ്? ഹൃദയനാഥ് കുൻസ്രു. എന്നാണ് 1914 വരുന്നത് സേവാസമിതി. 1914 ഒരു പ്രത്യേകത പറഞ്ഞ് ഓർത്തിരിക്കാൻ. NSS ഇല്ലേ? NSS വരുന്നതും 1914. അടുത്തത് സേവാ സദൻ. സേവാ സദൻ ആരുടെയാണ്? BM മലബാറി. സേവാ സദനാണ് BM മലബാറി എന്ന് സേവാസമിതി. സേവാസമിതി ആരുടെയാണ്? ഹൃദയനാഥ് കുൻസ്രു. സേവാസമിതി ആരുടെയാണ്? ഹൃദയനാഥ് കുൻസ്രുവിൻ്റെയാണ് എന്തെന്ന് പറയുന്നത്? സേവാസമിതി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് സേവാ സദൻ ആരുടെയാണ്? BM മലബാറി. സേവാ സദൻ ആരുടെയാണ്? BM മലബാറി. അത് ഇപ്പം നമ്മൾ സദനം എന്ന് പറഞ്ഞാൽ വീടെന്നൊക്കെ പറയത്തില്ലേ? സദൻ. അത് മലബാറിലാണെന്ന് ഓർത്താൽ മതി. അപ്പം സേവാ സദനാണ് മലബാറി. സേവാ സമിതി ഹൃദയനാഥ് കുൻസ്രു 1914. അത് ഏതാണ്? SNDP. SNDP വരുന്നത് 1914 അത് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. BM മലബാറിയുടെ സേവാ സദൻ അത് 1885. 1885 എന്തുകൊണ്ട്? INC ഉണ്ട്. അതങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കണം. ദേവസമാജം എന്ന് പറയുന്നത് ശിവനാരായൺ അഗ്നിഹോത്രിയുടെയാണ്. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. ഒരു ദേവനാണല്ലോ ശിവൻ. അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കണം. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി എന്നാണ് 1887. 1888 അറിയാം നമുക്ക്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് അതിന് മുന്നേ 1887. അടുത്ത പോയിന്റ് നോക്കാം. അനുശീലൻ സമിതി. അനുശീലൻ സമിതി ആരുടെയാണ്? വീരേന്ദ്രകുമാർ ഘോഷ്. അതെന്നാണ്? 1902. അനുശീലൻ സമിതി. നല്ല ശീലമുള്ളവർ നല്ല വീരന്മാരായിരിക്കും. വീരേന്ദ്രകുമാർ അല്ല, ബരീന്ദ്രകുമാർ ഘോഷ്. ബരീന്ദ്രകുമാർ ഘോഷ് 1900 വീരനായിരിക്കുമെന്ന് തന്നെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. 1902. സേവാസദൻ ആരുടെയാണ്? മലബാറിലെ സദൻ. സേവാസദൻ BM മലബാറി 1885. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി 1887. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ് 1902. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ്. നോക്കാം. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചു. അത് ശരിയാണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ്. ശരിയാണ്. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണെന്ന്. ആ ഓപ്ഷൻ തെറ്റാണ് ഇല്ലേ? സതി സമ്പ്രദായവും ശിശുഹത്യ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അല്ല. ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. B ആണ്. ക്ഷമിക്കണം, B 1ഉം 2ഉം. C ആണ് ശരി. നമുക്കിനി ഇതിനെപ്പറ്റി കൂടുതൽ നോക്കാം. സതി സമ്പ്രദായവും ശിശുഹത്യയും നിരോധിച്ച ആരുടെ കാലത്താണ്? ആരുടെ കാലത്താണ് നിരോധിക്കുന്നത്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലത്താണ് സതി സമ്പ്രദായവും ശിശുഹത്യയും നിരോധിച്ചത്. ആരുടെ കാലത്താണ്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലത്താണ്, അല്ലാതെ ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്തല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അടുത്തത് ഏതാണ് പറയുന്നത്? നാട്ടുരാജ്യ സംയോജനത്തെക്കുറിച്ചാണ് പറയുന്നത്. VP മേനോൻ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? നാട്ടുരാജ്യ സംയോജനത്തിൽ VP മേനോൻ ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ട്. എന്നാൽ ആരില്ല? JB കൃപലാനി ഇല്ല. അപ്പം ആൻസർ ഏതൊക്കെയാണ്? 1ഉം 3ഉം ഇല്ലേ? 1ഉം 3ഉം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ D 1ഉം 3ഉം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം.
നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച മലയാളി VP മേനോൻ. VP മേനോന്റെ കൃതിയാണ് ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൽ തലവനായിരുന്ന മലയാളിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച പ്രക്രിയയാണ് ലയനക്കരാർ. ലയനക്കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായ നാട്ടുരാജ്യങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, മണിപ്പൂർ എന്ന് പറയുന്നത്. ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് എങ്ങനെയാണ്? ജനഹിത പരിശോധനയിലൂടെയാണ്. ജുനഗഡ് ജനഹിത പരിശോധന. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് 1948 ഫെബ്രുവരിയിലാണ്. എന്നാണ് 1948 ഫെബ്രുവരിയിൽ. കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടി രാജാ ഹരി സിംഗ് 1947 ഒക്ടോബർ 26-നാണ്. 1947 ഒക്ടോബർ 26-നാണ് കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അടുത്തത്, മണിപ്പൂർ മഹാരാജാവ് ലയനക്കരാറിൽ ഒപ്പുവെച്ച വർഷം എന്നാണ്? മണിപ്പൂർ മഹാരാജാവ് അത് 1949 സെപ്റ്റംബറിലാണ്. കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി രാജ്യവും അധിനിവേശ പ്രദേശവും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷവും നോക്കാം. ഫ്രാൻസ് എന്നാണ്? ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്ന് 1954-ലാണ് ഇന്ത്യൻ യൂണിയനിലോട് ചേർക്കപ്പെട്ടത്. അടുത്ത നോക്കാം, പോർച്ചുഗൽ എന്നാണ്? ഗോവയും ദാമാന്തിയും അവരുടെ കയ്യിലായിരുന്നു. 1961-ലാണ് ഇന്ത്യൻ യൂണിയനിലോട് ചേർക്കപ്പെട്ടത്. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് ആരൊക്കെ നേതൃത്വം കൊടുത്തു? TK മാധവനും KP കേശവമേനോനും ഇല്ലേ? TK മാധവനും KP. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നിരാഹാര സമരം നടത്തിയത് K കേളപ്പൻ. കേരള അയിത്തോച്ചാടന കമ്മിറ്റി കൺവീനറാണ് K കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൽ വനിതകളുടെ സമരത്തെ നയിച്ചത് നാഗമ്മ. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ച നേതാക്കൾ ആരൊക്കെയാണ്? ME നായിഡുവും പെരുമാൾ പിള്ളയും. സത്യാഗ്രഹം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? ഗാന്ധി സന്ധി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. നോക്കാം. പുന്നപ്ര വയലാർ സമരം എന്നാണ് നടക്കുന്നത്? 1946-ലാണ്. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം എന്നാണ്? 1949-ലാണ്. വാഗൺ ട്രാജഡി എന്നാണ്? 1921-ലാണ്. അടുത്തത്, കയ്യൂർ സമരം എന്നാണ് നടക്കുന്നത്? കയ്യൂർ സമരം 1941-ലാണ്. 1941-ലാണ് കയ്യൂർ സമരം നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്രമം എങ്ങനെയാണ്? ആദ്യം നടന്നത് വാഗൺ ട്രാജഡി, മൂന്നാമത്തത്. ആദ്യം നടന്നത് വാഗൺ ട്രാജഡി, പിന്നീട് നടന്നത് ഏതാണ്? കയ്യൂർ ലഹള ഇല്ലേ? കയ്യൂർ ലഹളയാണ്. രണ്ടാമത് നടന്നത് കയ്യൂർ ലഹളയാണ്. പിന്നെ നടന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരം ഇല്ലേ? അല്ല, പിന്നെ നടന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പിന്നെ നടന്നത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. അപ്പം ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ 3, 4, 1, 2 എന്നുള്ളതാണ് ഓപ്ഷൻ. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ നോക്കാം. ഭാരത സർക്കാർ പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച വർഷം 1998-ലാണ്. എന്നാണ് അംഗീകരിക്കുന്നത്? 1998. കയ്യൂർ സമരത്തെ തുടർന്നുണ്ടായ പോലീസ് കേസിൽ 3-ാം പ്രതിയായിരുന്ന വ്യക്തി ആരാണ്? EK നയനാർ. അപ്പം എന്താണ്? പുന്നപ്ര വയലാർ സമരം 46, തിരുക്കൊച്ചി സംയോജനം 49, വാഗൺ ട്രാജഡി 1921, കയ്യൂർ ലഹള 41. ഇത്രയും ഡേറ്റ് പഠിച്ചു വെക്കണേ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവയിൽ ലിസ്റ്റ് 1 വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2 നിന്നും ചേർത്തെഴുതുക എന്നാണ് പറയുന്നത് അല്ലേ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2. റാണി ലക്ഷ്മി ഭായ് എവിടത്തെയാണ്? ഝാൻസി റാണി ലക്ഷ്മി ഭായ് എന്നല്ലേ, അതാണ് ആദ്യത്തേത്. നാനാ സാഹിബ് കാൺപൂർ. നാനാ സാഹിബ് എവിടത്തെയാണ്? കാൺപൂർ. നാനാ സാഹിബ് കാൺപൂർ. പിന്നെ അടുത്തത് ഏതാണ്? 3 കൻവർ സിംഗ് ആറ. കൻവർ സിംഗ് ആറ. പിന്നെ അടുത്തത് ബഹദൂർ ഷാ സഫർ ഡൽഹി. ബഹദൂർ ഷാ സഫർ ഡൽഹി. അപ്പോൾ ഓപ്ഷൻ എങ്ങനെ വരും? 1 സി, 2 ഡി. 1 സി 2 ഡി. നോക്കാം ഓപ്ഷൻ എങ്ങനെയാ? 1 സി 2 ഡി 3 ബി 4 എ. 1857 കലാപത്തോടനുബന്ധിച്ച് നടന്ന ബീബീഘർ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വിപ്ലവ നേതാവാണ് നാനാ സാഹിബ്. ഝാൻസി റാണിയുടെ ചിത്രം പതിപ്പിച്ച സ്റ്റാമ്പുകൾ ഭാരത സർക്കാർ പുറത്തിറക്കിയ വർഷം 1957. കേരളം ഉണ്ടാകുന്നത് 56 അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് സ്റ്റാമ്പ് വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികൾ നോക്കാം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫഖുല്ലാ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതിലത വഡേധാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ആര്? ഖുദിറാം ബോസ്. ഒന്നും കൂടി നോക്കണോ? ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖുല്ലാ ഖാൻ. വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേധാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? ഗാന്ധിജി നിർത്തിവെച്ച സമരം നിസ്സഹകരണ സമരം. ഏതാണ്? 1 മാത്രം ശരി. അടുത്തത് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ. ആത്മവീര്യം ചോർന്നുപോയ ഒരു ജനതയെ പെട്ടെന്ന് എണീറ്റ് നിവർന്നു നിന്ന് തല ഉയർത്തിപ്പിടിച്ച് രാജ്യവ്യാപകമായ സംയുക്ത സമരത്തിൽ പങ്കെടുത്തു എന്ന് നിസ്സഹകരണ സമരത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഭാഗമായി അഹമ്മദാബാദിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ അഗ്നിക്കിരയാക്കുന്നതിന് നേതൃത്വം നൽകിയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി ആണ് 2021 ആഘോഷിച്ചതെന്ന്? ഏത് വർഷത്തിൻ്റെ നവതിയാണ്? നവതി എന്ന് പറഞ്ഞാൽ 90. ഏത് സംഭവത്തിൻ്റെ നവതിയാണ്? ഏതിൻ്റെയാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നവതിയാണ് 2021 ആഘോഷിച്ചത്. നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരിൽ പ്രധാന വനിതയാണ് ആര്യപ്പള്ളം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കൊച്ചി ഗവൺമെൻറ് നിരോധിച്ച പത്രം ഏതാണ്? ഉണ്ണി നമ്പൂതിരി ആണ്. ഉണ്ണി നമ്പൂതിരി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ലഭിച്ച ഏറ്റവും നല്ല പ്രചരണം എന്ന് കണക്കാക്കപ്പെട്ട കണ്ടോത്തെ കുറുവടി എന്ന മർദ്ദന സംഭവം നടന്ന സ്ഥലം പയ്യന്നൂർ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അത് ശരിയാണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുവാഹുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ശരിയാണ്. തുഹ്ഫത്തുൽ മുവാഹുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. 1829 അദ്ദേഹം സതി നിർത്തലാക്കി. രാജാറാം മോഹൻ റോയ് ആണോ സതി നിർത്തലാക്കിയത്? അല്ല. അപ്പം ആ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് നോക്കാം. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. അതും ശരിയാണ്. ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി എന്നുള്ളത് ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്നാ ചോദ്യം. ഏതാണ് തെറ്റായ പ്രസ്താവന? 3 മാത്രമാണ് തെറ്റായ. ബി ആണ്. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് നോക്കാം കൂടുതലായി. രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായി 1829 ഡിസംബർ 4 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. അപ്പോൾ സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് അല്ല, വില്യം ബെൻഡിക് പ്രഭു ആണ്. രാജാറാം മോഹൻ റോയ് ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച വർഷം 1822. ഇന്ത്യയിലെ ആദ്യ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1920 നിസ്സഹകരണ സമരകാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ നോക്കാം. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, അത് ശരിയാണ്. നികുതി നൽകുക, അത് തെറ്റാണ്. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ശരിയാണ്. ഹിന്ദി പ്രചരിപ്പിക്കുക. അപ്പം ഏതൊക്കെയാണ് ശരി? 1, 3, 4 ശരി എന്ന് പറയുന്നത്. എന്തില്ല? 2 ഇല്ല. ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പം 2 മാത്രമാണ് ഇല്ലേ? ബന്ധമില്ലാത്തത് ചോദിച്ചപ്പം 2 മാത്രമാണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിർമ്മാണാത്മക പരിപാടിയുടെ പരിധിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയവൽക്കരണം, സ്വദേശി പ്രചാരണം, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ, ഹിന്ദു മുസ്ലിം മൈത്രി പോഷിപ്പിക്കൽ, ഐത്തോച്ചാടനം, മദ്യവർജനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് നിയമനിർമ്മാണ സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കോടതികൾ, വിദേശ ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ, ഗവൺമെൻറ് ഉദ്യോഗം, സ്ഥാനങ്ങൾ, ബഹുമതികൾ എന്നിവ ബഹിഷ്കരിക്കുകയായിരുന്നു. അപ്പം നിസ്സഹകരണ സമരത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. അതിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിർമ്മാണാത്മക പരിപാടിയുടെ പരിധിയിൽ വരുന്നതാണ് ഏതൊക്കെ? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയവൽക്കരണം, സ്വദേശി പ്രചാരണം, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ, ഹിന്ദു മുസ്ലിം മൈത്രി പോഷിപ്പിക്കൽ, ഐത്തോച്ചാടനം, മദ്യവർജനം എന്നിവയൊക്കെ. ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കോടതികൾ, വിദേശ ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ, ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗം, സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ എന്നിവ ബഹിഷ്കരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാന പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിക കോളേജ്. അഹിംസയിലും സംയമനത്തിലും വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തവരെ വെച്ച് നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനം ഒരു ഹിമാലയൻ മണ്ടത്തരമായിരുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. രാജാക്കന്മാർക്ക് ഒന്നിച്ചു കൂടുന്നതിനും ബ്രിട്ടീഷ് മാർഗനിർദ്ദേശത്തിന് കീഴിൽ പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനുമായി 1921 നിലവിൽ വന്ന സംഘടനയാണ് ഏത്? നരേന്ദ്ര മണ്ഡലം അല്ലെങ്കിൽ ചേംബർ ഓഫ് പ്രിൻസസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് എന്തിനെ കുറിച്ചുള്ളത്? നിസ്സഹകരണ സമരത്തെക്കുറിച്ച് ഉള്ളത്. അടുത്ത നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ഹോർത്തിയൂസ് മലബാറിക്കാസ്, അത് ശരിയാണ്. അടുത്തത് ഡച്ച് ഗവർണറായ വാൻ റീഡാണ് ഈ ഗ്രന്ഥം രചിച്ചത്, അത് ശരിയാണ്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയ പ്രയോഗ സമുച്ചയം, അത് തെറ്റാണ്. ആ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് 1678 1703 ഇടയിലാണ് ആംസ്റ്റർഡാമിലാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കുന്നത്. അപ്പം ഏതാണ് അതിൻ്റെ ശരി ഉത്തരം? 1, 2, 4. 1, 2, 4 ശരിയാണ് ഇല്ലേ? നോക്കാം. 1, 2, 4. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തിയൂസ് മലബാറിക്കാസ്. ഹോർത്തിയൂസ് മലബാറിക്കാസ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സർവകലാശാല കേരള സർവകലാശാല. ഹോർത്തിയൂസ് മലബാറിക്കാസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരാണ്? ഇമാനുവൽ കർനെയ്റോ. ഇനി കൂടുതൽ പോയിന്റ്സ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തിയൂസ് മലബാറിക്കാസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തിയൂസ് മലബാറിക്കാസ്. ഹോർത്തിയൂസ് മലബാറിക്കാസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തിയൂസ് മലബാറിക്കാസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷയാണ്. അടുത്ത് നോക്കാം. ഹോർത്തിയൂസ് മലബാറിക്കാസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തിയൂസ് മലബാറിക്കാസ് ആണ്. ഹോർത്തിയൂസ് മലബാറിക്കാസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് 1678 1703. ഹോർത്തിയൂസ് മലബാറിക്കാസിലെ ആകെ വാല്യങ്ങൾ 12 വാല്യങ്ങളാണുള്ളത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തിയൂസ് മലബാറിക്കാസ്. ഹോർത്തിയൂസ് മലബാറിക്കാസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ്. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയി.
ഹോർത്തിയൂസ് മലബാറിക്കാസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ആര്? ഇമാനുവൽ കർനെയ്റോ. ഹോർത്തിയൂസ് മലബാറിക്കാസിന്റെ രചനയുമായി ബന്ധപ്പെട്ട് കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹാർത്തിയൂസ് മലബാറിക്കാസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ്. ഹോർത്തിയൂസ് മലബാറിക്കാസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലം കടക്കരപ്പള്ളി, ആലപ്പുഴ. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലാട്ടുപറമ്പ്, കടക്കരപ്പള്ളി, ചേർത്തല. ഹോർത്തിയൂസ് മലബാറിക്കാസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാം, നെതർലൻഡ്. എവിടെ നിന്നാണ്? ആംസ്റ്റർഡാം, നെതർലൻഡ്. ഹോർത്തിയൂസ് മലബാറിക്കാസിലെ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം തെങ്ങാണ്. ഹോർത്തിയൂസ് മലബാറിക്കാസിൽ അവസാനം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യമാണ് ആൽ. അവസാനം പ്രതിപാദിച്ചിരിക്കുന്നത് ആലാണ്. ഹോർത്തിയൂസ് മലബാറിക്കാസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തിയൂസ് മലബാറിക്കാസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. ഹോർത്തിയൂസ് മലബാറിക്കാസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ്? ഇന്ത്യൻ അസോസിയേഷൻ 1876 ഇന്ത്യൻ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ്? ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ 1866. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്നാണ്? ബോംബെ പ്രസിഡൻസി അത് 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ആൾ ഇന്ത്യ കിസാൻ സഭ എന്നാണ്? 1936. അപ്പം ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ്? ഇന്ത്യൻ അസോസിയേഷൻ 1876. എങ്ങനെ ഓർത്തിരിക്കാം? അത് 6, 7, 8 എന്നല്ലേ ബാക്കിലോട്ട് നോക്കുമ്പം ഇന്ത്യൻ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ലാസ്റ്റ് 6, 6 ആണ്, 1866. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885. INC വന്നത് എന്നാണ്? 1885 ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. ക്ഷേത്രപ്രവേശന വിളംബരവും 1936 അങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ക്രമം എങ്ങനെ വരും? ഒന്നാമത്തെ A ഓപ്ഷൻ ഇല്ലേ, 3, 1, 2, 4 എന്ന ക്രമത്തിൽ വരും. ഇന്നത്തെ ഹിസ്റ്ററി ഇത്രയേ ഉള്ളൂ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഫുള്ളായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും കയറി ജോയിൻ ചെയ്യണം. നന്ദി.